കാല് കുത്താൻ പോലും ഇടമില്ലാതെ വേണാട് എക്സ്പ്രസിൽ ദുരിതയാത്ര. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ തിരക്ക് കാരണം 2 യാത്രക്കാർ കുഴഞ്ഞു വീണു. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓണം കഴിഞ്ഞ് എല്ലാ ആഹ്ലാദങ്ങളും കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന മലയാളിയെ സംബന്ധിച്ചിട്ട് വലിയ ദുരിതങ്ങളുടെ യാത്രയാണിപ്പോൾ എല്ലായിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ പോലും കയറാൻ കഴിയാതെ മറ്റെല്ലാ ബർത്തുകളും പൂർണ്ണമായും മുൻപേ തന്നെ ബുക്ക് ചെയ്യപ്പെട്ട് ഒരു സീറ്റ് പോലും കിട്ടാതെ റിസർവേഷൻ സാധ്യമല്ലാതെ സ്വന്തം നാട്ടിലേക്ക് ഓണാഘോഷം കഴിഞ്ഞ് തിരിച്ചെത്താൻ കഴിയാതെ നിൽക്കുന്ന മലയാളി സമൂഹത്തിന്റെ വലിയ കാഴ്ച എല്ലായിടത്തും. KSRTC ബസ്സുകൾ ആവശ്യത്തിനില്ല. സ്വകാര്യ ബസ്സുകൾ മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പേ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ലീപ്പർ കോച്ചുകളും മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. പലതിലും കരിഞ്ചന്തയിൽ പോലും ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടും ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തിരികെ വരാൻ ഒരു മാർഗവുമില്ലാതെ എങ്ങനെ ഇന്ന് രാവിലെ സ്കൂളിൽ സ്വന്തം മക്കളെയും കൊണ്ട് എത്തിക്കും, ഇന്ന് രാവിലെ എങ്ങനെ ഓഫീസിൽ പോകും എന്നൊക്കെ ആലോചിച്ച് ഗതികെട്ട് അവസാനം ഏതെങ്കിലും ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ഇടിച്ചു കയറി ഒരു ശ്വാസം പോലും വിടാൻ കഴിയാതെ വാഗൺ ട്രാജഡി ദുരന്തത്തിലേക്ക് എന്നതുപോലെ തിങ്ങി ഞെരുങ്ങി ഗ്യാസ് ചേമ്പറിൽ നിൽക്കുന്നവരെ പോലെ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ കാഴ്ചയാണ് എല്ലാ ക്രിസ്മസ് ഓണാവധിക്കാലങ്ങളിലും അതിനുശേഷം തിരികെ ഓഫീസുകളിലും സ്കൂളുകളിലും എത്താൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത്. കാല് കുത്താൻ പോലും ഇടമില്ലാതെ വേണാട് എക്സ്പ്രസിലെ ദുരിതയാത്ര. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിൽ തിരക്ക് കാരണം 2 യാത്രക്കാർ കുഴഞ്ഞു വീണു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾക്ക് പശ്ചാത്തലമായി ശബ്ദമുണ്ടെങ്കിൽ നമ്മൾക്കത് കുറച്ചു നേരം കാണാം, അല്ലെങ്കിൽ നിതിൻ പ്രഭാകറിലേക്ക് വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. നിതിൻ പ്രഭാകർ, എന്താണ് സംഭവിച്ചത്? MS രാവിലെ തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂറിലേക്കുള്ള വേണാട് എക്സ്പ്രസിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. നമ്മൾ ആലങ്കാരികമായി പറയാറുണ്ട് സൂചി കുത്താൻ ഇടമില്ല എന്നെല്ലാം. എന്നാൽ ഇന്നല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വേണാട് എക്സ്പ്രസിലെ അവസ്ഥ ഇതായിരുന്നു. ഇന്ന് ഈ യാത്രക്കാർ 2 പേരും ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ബാത്റൂമിന് സമീപം, ശുചിമുറിക്ക് സമീപം നിൽക്കുകയായിരുന്നു. ഏറെ നേരം നിന്ന് തീവണ്ടിയുടെ കമ്പാർട്ട്മെന്റിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ തീവണ്ടി പിറവം റോഡ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ 2 സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നത്. ഉടൻ തന്നെ യാത്രക്കാർ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ശ്വാസം പോലും വിടാൻ കഴിയാത്ത രൂപത്തിലുള്ള തിരക്കാണ് വേണാട് എക്സ്പ്രസിൽ ഏറെ നാളായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, വേണാട് എക്സ്പ്രസിലെ യാത്രക്കാർ മറ്റൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു ദുരിതം കൂടി പേറിക്കൊണ്ടാണ് കഴിഞ്ഞ കുറെ നാളായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വന്ദേ ഭാരത് തീവണ്ടി കടന്നു പോകാൻ, കാസർഗോഡേക്കുള്ള മംഗലാപുരത്തേക്കുള്ള വന്ദേ ഭാരത് തീവണ്ടി കടന്നു പോകാൻ വേണാട് എക്സ്പ്രസ് ഏറെ നേരം ചില സ്റ്റേഷനുകളിൽ പിടിച്ചിടാറുണ്ട്. ഇത്തരത്തിൽ പിടിച്ചിട്ടുകൊണ്ടാണ് ഈ തിരക്കിനിടയിലാണ് ഈ ദുരിതം കൂടി അവർ അനുഭവിക്കുന്നത്. ആ പിടിച്ചിട്ട് തീവണ്ടി എറണാകുളത്തേക്ക് എത്തുന്നതിന് മുമ്പായിട്ടാണ് പിറവം റോഡ് സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിൽ 2 സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നത്. ഓഫീസിലേക്കുള്ള യാത്രക്കാർ, വിദ്യാർത്ഥികൾ, അതോടൊപ്പം മധ്യവേനൽ അവധി കഴിഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ആളുകൾ, മറ്റ് പല സ്റ്റേഷനുകളിലും കയറിയ കുട്ടികൾ ഉൾപ്പെടെ, പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഈ തീവണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 6 ജനറൽ കമ്പാർട്ട്മെന്റുകളാണ് ഈ വേണാട് എക്സ്പ്രസിൽ ഉള്ളത്. 6 ജനറൽ കമ്പാർട്ട്മെന്റിലും തീവണ്ടിയുടെ വാതിലിൽ തൂങ്ങി നിന്നാണ് പലപ്പോഴും സ്ത്രീകൾ അടക്കമുള്ള യാത്രക്കാർ യാത്ര ചെയ്യാറ്. എറണാകുളത്ത് ഓഫീസ് ടൈമിൽ, അതായത് 10 മണിക്ക് മുമ്പായി എത്താൻ കഴിയുന്ന ഏക തീവണ്ടിയാണിത്. നേരത്തെ ഇത് കൃത്യസമയം പാലിച്ച് ഓടിയിരുന്നു. എന്നാൽ ഇപ്പോൾ വന്ദേ ഭാരത് കൂടി വന്നതോടുകൂടി വന്ദേ ഭാരതിന് കടന്നു പോകാൻ പിറവം റോഡിലും അതോടൊപ്പം തന്നെ പല സ്റ്റേഷനുകളിലും ഈ തീവണ്ടി ദീർഘസമയം പിടിച്ചിടാറുണ്ട്. ഇത് സംബന്ധിച്ച് നിരവധി തവണ യാത്രക്കാർ പരാതി പറഞ്ഞിരുന്നു. എന്നാൽ ആ പരാതികൾക്കൊന്നും യാതൊരുവിധ ഫലവും ഉണ്ടായിട്ടില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. ഇന്ന് കാലുകുത്താൻ ഇടമില്ലാത്ത രൂപത്തിൽ ശുചിമുറിക്ക് സമീപം നിന്ന് യാത്ര ചെയ്ത 2 സ്ത്രീകളാണ് കുഴഞ്ഞു വീഴുന്നത്. അവർക്ക് ഇപ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. ഉടൻ തന്നെ തീവണ്ടിയിൽ ഉണ്ടായിരുന്ന സഹയാത്രികർ ഇവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി. നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഏറെ നേരം ഒറ്റക്കാലിൽ നിന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ കുഴഞ്ഞു വീഴാൻ കാരണമെന്നാണ് സഹയാത്രികർ നൽകുന്ന വിവരം. എന്തായാലും അടിയന്തരമായി റെയിൽവേ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ, കേരളത്തിൽ നിന്നുള്ള MP-മാർ അടക്കമുള്ള ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ വളരെ വലിയ ഒരു ദുരിതത്തിന് കേരളം സാക്ഷ്യം വഹിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തീവണ്ടിയിൽ യാത്രക്കാരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യം തിരികെ എത്താം. ഇപ്പോൾ ലിയോ എന്ന വ്യക്തി, ഞാൻ വിചാരിക്കുന്നത് ലിയോ എന്ന വ്യക്തി ഈ ട്രെയിനിലെ യാത്രക്കാരനാണ് എന്ന് ഞാൻ കരുതുന്നു. അല്ല എങ്കിൽ തിരുത്തിക്കൊണ്ട് പറയണം. ലിയോ, എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എന്താണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? പേര് ലിയോൺസ് എന്നാണ്. ഞാൻ യാത്രക്കാരുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. ഫ്രണ്ട്സ് ഫൗണ്ടേഷൻ എന്നുള്ള യാത്രക്കാരുടെ സംഘടനയുടെ സെക്രട്ടറിയാണ്. നമ്മൾ വർഷങ്ങളായി റെയിൽവേയോട് ആവശ്യപ്പെടുന്നതാണ്
ഈ ജനറൽ കമ്പാർട്ട്മെന്റുകൾ കൂട്ടണം, തിരക്ക് കൂടുതലാണ്. അപ്പൊ ഇതൊന്നും ചെവിക്കൊള്ളാൻ റെയിൽവേ തയ്യാറാകുന്നില്ല. അപ്പൊ ഇന്ന് ഉണ്ടായത് ദിവസവും ഉണ്ടാകുന്നതാണ്. ഇന്ന് പിന്നെ അത് വാർത്തയായതുകൊണ്ട് മാത്രമാണ് പുറം ലോകം അറിഞ്ഞത്. എല്ലാ ദിവസവും ഈ വേണാട്, പാലരുവി തുടങ്ങിയ ട്രെയിനുകളിൽ, പരശുറാം പോലുള്ള ട്രെയിനുകളിൽ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്നത് പതിവ് സംഭവമാണ്. അപ്പൊ അന്ന് ഒരു വാർത്ത വരും, അടുത്ത ദിവസം അത് മറക്കും. പക്ഷേ ഒരു നടപടി കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല. ഈ വേണാടിന്റെയും പാലരുവിയുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് യാത്രക്കാരുടെ എണ്ണം കൂടുതലാണ്, അതനുസരിച്ചുള്ള ബോഗികളുടെ എണ്ണം ഇല്ല. അപ്പൊ ഇതിനിടയിൽ ഒരു മെമു സർവീസ് തുടങ്ങണമെന്നുള്ളത് യാത്രക്കാരുടെ വലിയൊരു ആവശ്യമാണ്. ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഇന്നലെ കോട്ടയം എംപിക്ക് യാത്രക്കാരെല്ലാവരും കൂടെ പോയി നേരിട്ട് കണ്ട് നിവേദനം കൊടുത്തതുമാണ്. റെയിൽവേ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും വേണാടിനും പാലരുവിക്കും ഇടയിൽ ഒരു വണ്ടി കൊടുക്കുന്ന മെമു സർവീസ് തുടങ്ങുന്നതിനുള്ള നടപടി എടുക്കണമെന്നാണ് യാത്രക്കാരുടെ സംഘടനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ ഓണക്കാലത്തും കഴിഞ്ഞ ക്രിസ്മസ് കാലത്തും ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോഴും സമാനമായ രീതിയിലുള്ള നിവേദനങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിവേദനങ്ങൾക്കും ഇങ്ങനെ ഒരു ആവർത്തന സ്വഭാവം, അവഗണിക്കപ്പെടലിൻ്റെ ആവർത്തന സ്വഭാവം വരുന്നത് അത് കണക്കിലെടുത്തുകൊണ്ട് നിവേദനങ്ങൾക്ക് ഉപരിയായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടതല്ലേ എന്നാണ് തോന്നുന്നത്. അല്ല, നമ്മൾ പ്രതിഷേധം നടത്തി എം പിമാരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റെയിൽവേക്ക് പ്രീമിയം ട്രെയിനുകൾ ഇറക്കുന്നതിനോടാണ് താല്പര്യം. വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സാധാരണ യാത്രക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകളുടെ കോച്ചുകളുടെ എണ്ണം കൂട്ടാനോ പഴയ കോച്ചുകൾ മാറ്റാനോ അതല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ സീസൺ ടിക്കറ്റ് യാത്രക്കാർക്ക് പോകാൻ കൂടുതൽ ബോഗികൾ അനുവദിക്കാനോ ഒന്നും റെയിൽവേ തയ്യാറാവുന്നില്ല. പ്രീമിയം ട്രെയിനുകൾ ഓടിക്കുക, അത് യാത്രക്കാരുടെ ട്രെയിനുകളെ പിടിച്ചിട്ടിട്ട് ഓടിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യം. ഇത് പലപ്പോഴും ഈ പറഞ്ഞ അപര്യാപ്തതകൾക്ക് പുറമെ ഓണം, ക്രിസ്മസ് സീസണുകളിലൊക്കെ മുൻകൂട്ടി ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിന്നീട് അത് കരിഞ്ചന്തയിലേക്ക് വിൽക്കുകയും അതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. മറ്റൊന്ന് ആവശ്യത്തിന് ബസ് സർവീസുകളില്ല, KSRTCയിൽ നിന്ന് സർവീസുകളില്ല, സ്വകാര്യ ബസ്സുകളെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടി ചേർന്നിട്ടാണോ ഈ ഗുരുതരാവസ്ഥയിലേക്ക് വരുന്നത്? ആയിരിക്കാം. ബോഗികളുടെ എണ്ണത്തിൽ കുറവാണ്. കാര്യം റെയിൽവേ ജനറൽ ബോഗികൾ മാറ്റിയിട്ട് റിസർവേഷൻ AC കമ്പാർട്ട്മെന്റുകൾ കൂട്ടി. അപ്പം ലാഭം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നോട്ടം. ലാഭം കൂട്ടാൻ ഏറ്റവും മുഖ്യം AC കമ്പാർട്ട്മെന്റ് കൂടുമ്പോഴാണ്. അപ്പൊ സാധാരണക്കാർ ആശ്രയിക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റുകളും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കൂട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. അത് മാത്രമല്ല, യാത്രക്കാരുടെ എണ്ണം കൂടിയിട്ടും ഈ ട്രെയിനുകളുടെ എണ്ണം കൂടിയിട്ടില്ല. നമ്മൾ ആവശ്യപ്പെടുന്ന ഇതിനിടയിലുള്ള മെമു സർവീസുകളും പുതിയ ട്രെയിനുകൾ അനുവദിക്കണമെന്ന് പറയുന്ന ആവശ്യം വർഷങ്ങളായി നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൂടുതൽ യാത്രക്കാരുണ്ടാകുമ്പോൾ കൂടുതൽ ട്രെയിനുകൾ വേണമെന്നുള്ള സാമാന്യ ഒരു ബുദ്ധി, സാമാന്യ ഒരു ചിന്ത പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ റെയിൽവേയിലെ ഈ യാത്രക്കാരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കാം താങ്കളെന്ന് ഞാൻ കരുതുന്നു, പല രീതിയിൽ പല സന്ദർഭങ്ങളിൽ. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാരി ആ ടിക്കറ്റിലൂടെ റെയിൽവേ അവർക്ക് ചില ഉറപ്പുകൾ നൽകുന്നുണ്ട്. അവർ എവിടെ നിന്നാണോ ടിക്കറ്റ് എടുത്തത്, എവിടം വരെയാണോ ടിക്കറ്റ് എടുത്തത്, അവിടം വരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒന്ന്. അതിന് നേരെ വിപരീതമായിട്ട് കുത്തി നിറച്ച് ശ്വാസം വിടാൻ കഴിയാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിക്കുകയും അവിടെ കുഴഞ്ഞു വീഴുകയും ചെയ്താൽ, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സഹയാത്രികർ അവരെ ആശ്വസിപ്പിക്കുകയും അല്പം ഒന്ന് കാറ്റ് വീശി കൊടുക്കുകയും ഒക്കെ ചെയ്ത് അതോടുകൂടി പ്രശ്നം അവസാനിക്കുന്ന ഒന്നാണോ? ഇതിൽ റെയിൽവേക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണോ? ഇതിന് ശേഷം ഇവർക്ക് ആരെയാണ് പരാതിപ്പെടാൻ വേണ്ടി എത്തേണ്ടത്? ഇല്ല, തുടർന്നു വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഇന്നതൊരു വാർത്തയാണ്, നാളെയും ഈ വാർത്ത നിൽക്കും. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്ക് ഇത് മറക്കും. വീണ്ടും അടുത്തൊരു സംഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും വാർത്തയാകും, വീണ്ടും അത് മറക്കും എന്നതിലുപരി ഒരു നടപടിയും റെയിൽവേയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വർഷങ്ങളായി തുടരുന്ന ഒരു കാര്യം ഇപ്പം ഇതാണ്. ഇത്തരത്തിൽ യാത്രക്കാരുടേതായ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ റെയിൽവേക്ക് കഴിയുന്നില്ല. ഇപ്പോൾ റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ യാത്രക്കാർ ട്രെയിനിൽ കുഴഞ്ഞു വീഴാതിരിക്കാൻ എത്ര തുക വകയിരുത്തും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ കൂടി വരേണ്ടതുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ ഇരുന്ന് നമ്മൾക്ക് പറയാമെന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള പരിഹാരവും ഇല്ല. നമ്മൾക്ക് നമ്മളുടെ ആത്മരോഷം ഇങ്ങനെ പറഞ്ഞു തീർക്കാമെന്നല്ലാതെ കണ്ട് മറ്റൊരു പരിഹാര മാർഗങ്ങളും ഇല്ലേ എന്നുള്ളതാണ് പ്രധാനമായും ചോദ്യം വരുന്നത്. പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും അത് ഉചിതമായ കാര്യം. മറ്റാരും ചെയ്യാത്ത ഒരു കാര്യം. ആദ്യം നിവേദനം നിങ്ങൾ നൽകുന്നു, അതിനുശേഷം പ്രതിഷേധത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്കൊപ്പം എത്ര പേർ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഈ ഒരു പ്രക്രിയയിലേക്ക് കൂടെ വരുന്നു, അതിൻ്റെ ആൾബലക്കുറവ്, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതില് പ്രധാനമായും ചെയ്യേണ്ടത് ഇപ്പൊ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും
മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് കൃത്യമായി പാർലമെന്റിൽ ഈ ഒരു വിഷയം ഉന്നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജനപ്രതിനിധികൾ ഏറ്റെടുക്കുകയും അതിന്റെ ആ ഒരു ഗൗരവത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്യണമെന്നുള്ളതാണ് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന് ആവശ്യപ്പെടാനുള്ളത്. ഈ സംഘടനയെ സംബന്ധിച്ചിട്ട് എനിക്ക് 2-3 കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഞാൻ പങ്കുവെക്കുകയാണ്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകർ ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയമാണ്. അവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾക്ക് ഇത്തരത്തിൽ ഓണക്കാലങ്ങളിലും അതുപോലെ ക്രിസ്മസ് കാലങ്ങളിലുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സ്ലീപ്പർ പോലും ലഭ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നെഞ്ചിടിപ്പോട് കൂടിയാണ് ഒരു ജനറൽ ടിക്കറ്റ് എടുക്കുന്നത് തന്നെ. ആ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് എല്ലാ കെട്ടും പാണ്ഡവുമായിട്ട് ട്രെയിൻ വന്ന് നിൽക്കുന്ന ഏറ്റവും മുൻഭാഗത്തോ പിൻഭാഗത്തോ ആയിരിക്കും ജനറൽ കമ്പാർട്ട്മെന്റ് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് ഈ കെട്ടും പാണ്ഡവുമായിട്ട് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു പൂരത്തിനുള്ള ആളുകൾ ഉണ്ടാവുന്നു. അവർക്കിടയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഹൃദയമിടിപ്പ് ആരംഭിക്കുകയാണ്. എങ്ങനെ ആ ട്രെയിനിന്റെ വാതിൽക്കലേക്ക് എത്തി അവർക്കിടയിലൂടെ ഈ കെട്ടും പാണ്ഡവുമായിട്ട് തിങ്ങി ഞെരുങ്ങി അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അകത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ ഒരു സീറ്റ് എവിടെയെങ്കിലും കിട്ടാൻ സാധിക്കുമോ? കിട്ടിയില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ബർത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി നിൽക്കാൻ കഴിയുമോ? അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആ ടോയ്ലറ്റിന്റെ പരിസരത്തും വാതിലിന്റെ പരിസരത്തും നിന്നാൽ അത്യാവശ്യം ട്രെയിൻ പോകുന്ന സമയത്ത് പുറത്തു നിന്ന് വരുന്ന കാറ്റിന്റെ ഒരംശം സ്വന്തം മുക്കിലേക്ക് കിട്ടുമോ? ഇങ്ങനെ പലതരത്തിലുള്ള ആശങ്കകൾ, ഉത്കണ്ഠകൾ. മറുഭാഗത്ത് സ്പർശനമടക്കമുള്ള കാര്യങ്ങൾ വരുന്ന ഞരമ്പ് രോഗികൾ ഇത്തരം തിരക്കുള്ള അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സ്ത്രീ യാത്രക്കാർ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് അതിനകത്ത് കയറി നിൽക്കുമ്പോഴാണ് പാലരുവിയിലൊക്കെ നിർത്തിയിടുന്നതിന് വേണ്ടി വന്ദേ ഭാരത് പോലുള്ള ആഡംബര യാത്രക്കാരെ അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈ ട്രെയിൻ നിർത്തിയിടുമ്പോഴുള്ള അവസ്ഥ. ഒരു പാസ് ചെയ്തു പോകുന്ന ഒരു ട്രെയിനെ സംബന്ധിച്ചിട്ട് ആ തിരക്കിൽ നിൽക്കുമ്പോഴും ആ ട്രെയിൻ ചലിക്കുകയാണ്, ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്, അത്യാവശ്യം ജനലിലൂടെ വരുന്ന കാറ്റിൻ്റെ ഒരു അംശം നമ്മളുടെ മൂക്കിലേക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന ആശ്വാസമെങ്കിലും നമ്മളെ ഒന്ന് ഉന്മേഷപ്പെടുത്തും. ഇത് മണിക്കൂറുകളോളം ഇത്രയും പേർ തിങ്ങി ഞെരുങ്ങി ശ്വാസം വിടാൻ കഴിയാതെ അനങ്ങാതെ നിൽക്കുന്ന ട്രെയിനിൻ്റെ അകത്തേക്ക് വരുന്ന ചൂടുകൂടി വരുന്ന ഒരു വലിയ അവസ്ഥയാണ്. ഇത് അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് തോന്നിപ്പിക്കുന്നത് അതാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്നോ നാളെയോ മാത്രം നിൽക്കുന്ന വാർത്തയായിട്ട് മാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും, എന്തൊക്കെ വേണ്ടതുണ്ട്, അതിന് ജനകീയമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ യാത്രക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ പല സ്ഥലത്തു നിന്നും പല സ്റ്റേഷനിൽ നിന്നും യാത്ര ചെയ്യുന്നവർ, പല സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഇതിന്റെ പ്രശ്നം അനുഭവിക്കുന്നത് പൊതുവായിട്ടുള്ള എല്ലാവരുമാണ്. അപ്പൊ ഇത് ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അവർ ഇതിനകത്ത് ശക്തമായ ഇടപെടൽ നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഇനി പരിഹാരം എന്നുള്ളത്. ശരി, വളരെ നന്ദി സഹകരിച്ചതിന് ഈ നിമിഷങ്ങളിൽ. നിതിൻ പ്രഭാകറിലേക്ക് പോകുന്നു. നിതിൻ പ്രഭാകർ, ഇതിൽ യാത്രക്കാരെ സംബന്ധിച്ചിട്ട് ഇനി ഒരു സംഘടനയോ മറ്റോ ഒന്നും വലിയ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്, ബാംഗ്ലൂർ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇനിയും ആളുകൾ ഇന്നും നാളെയുമായിട്ട് വരാനുണ്ട്. സമാനമായ അന്തരീക്ഷം ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം ബംഗളൂരു അടക്കമുള്ള നഗരങ്ങളിൽ നിന്ന് ഓണാവധിക്ക് ശേഷം യാത്രക്കാർ കുടുംബത്തോടൊപ്പം തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എല്ലാ തീവണ്ടികളിലെയും നിലവിലെ സാഹചര്യം ഇത് തന്നെയാണ്. കാരണം ഈ ടിക്കറ്റ് റിസർവ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയാൽ കാലുകുത്താൻ ഇടമില്ലാത്ത, അല്ലെങ്കിൽ സർക്കസ് അറിയാവുന്ന രൂപത്തിലേക്ക് ഇനി ആളുകൾ മാറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഫ്രണ്ട്സ് ഓൺ റെയിലിന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ പാലരുവി, അതോടൊപ്പം തന്നെ ഏറനാട്, വേണാട്, പരശുറാം, എക്സിക്യൂട്ടീവ് തുടങ്ങിയ തീവണ്ടികൾ, രാവിലെ സർവീസ് നടത്തുന്ന തീവണ്ടികൾ, പ്രധാനപ്പെട്ട തീവണ്ടികൾ ഇതെല്ലാമാണ്. കാരണം ഓഫീസിലേക്കും മറ്റു കോളേജിലേക്കും അടക്കം പോകുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ളവർ ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ഈ തീവണ്ടികളാണ് ഇത്തരത്തിൽ ദുരിത യാത്ര പേറിക്കൊണ്ട് യാത്രക്കാർ കടന്നു പോകുന്നത്. രാജ്യത്ത് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നായ ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനത്തിൽ വലിയൊരു വിഭാഗം വരുമാനം നൽകുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. ആ കേരളത്തിൽ ഇപ്പോൾ ഓടുന്ന തീവണ്ടികളുടെ അതീവ ദയനീയ അവസ്ഥയുടെ ഒരു നേർചിത്രം കൂടിയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഈ തീവണ്ടിയുടെ ജനറൽ കമ്പാർട്ട്മെന്റ് കോച്ചുകൾ പലതും പഴയ കോച്ചുകളാണ്. പല സംസ്ഥാനങ്ങളും ഓടിപ്പഴകിയ കോച്ചുകളാണ് ഇപ്പോഴും കേരളത്തിന് ലഭിക്കുന്നത്. അതൊരു വശത്ത് നിൽക്കുമ്പോഴാണ് ആ കോച്ചുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരുന്ന, അല്ലെങ്കിൽ തീവണ്ടികളിൽ തൂങ്ങി നിൽക്കേണ്ട, പലപ്പോഴും വാതിലിൽ തൂങ്ങി നിൽക്കേണ്ടയും ശുചിമുറിക്ക് സമീപത്ത് മൂക്ക് കുത്തി നിൽക്കേണ്ടയും ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് വേണാട് എക്സ്പ്രസിൽ ഈ 2 സ്ത്രീകൾ കുഴഞ്ഞു വീഴുന്നതും. എം എസ്